Hello everybody, hola a todos. Welcome back to Spanish with Lali. Let's get started today's class. Today, we are going to learn today cuando. Sounds almost the same. Cuando. പക്ഷേ ഈ ക്വാണ്ടോ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഓർ ഹൗ മെനി. ഇത് യു നമ്മുടെ മലയാളത്തിലെ ഉണ്ടാവും ഊ ആയിട്ടാണ് എൻ്റെ പ്രൊഡക്ട്സ്. അപ്പം ക്വാന്തോ ഇവിടെ ടി ആണ്. ഈ ഏഴ് മുകളിലെ ആക്സെന്റ് മാർക്കുണ്ട്. അപ്പോൾ ഒരു ചെറിയ സ്ട്രെസ് കൊടുക്കണം. ക്വാന്തോ ഇതൊരു ആഡ്വർബ് ആയിട്ട് വരും, അഡ്ജക്റ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ മെനി. നമ്മളിപ്പോൾ കടയിലൊക്കെ ചെന്ന് നമ്മൾ ചോദിക്കത്തില്ലേ ഹൗ മച്ച് കോസ്റ്റ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ക്വാന്തോ. an example, cuando cuesta. ഇവിടെ യു ഞാനവിടെ ഊ ഇട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഊ ഉണ്ട്. ഈക്ക് നമ്മുടെ മലയാളത്തിലെ എ ആണ് പ്രൊണൗൺസ്. അപ്പോൾ യു എ കുഎസ്ത. ഇച്ചിരി പാടാണ്. ക്വെസ്ത അതിൻ്റെ മീനിങ് കോസ്റ്റ്. cuando cuesta, how much. ഈ ഹൗ മച്ചിന് ഹൗ മെനി നമുക്ക് നോക്കാം. എൻ്റെ എക്സാമ്പിൾ ആണ് cuántos años tienes. ഇവിടുത്തെ ഞാനൊരു ചെറിയ മാറ്റം വരുത്തി. നിങ്ങൾ കണ്ടോ, ഒ എസ് കൊടുത്തു. cuando cuesta അവിടെ ഒ എസ് ഇല്ല. അതിൻ്റെ റീസൺ ഇത് പ്ലൂറലാണ്. ആനിയോസ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ് എന്നാണ്. അപ്പം തിയനേസ് എന്ന് പറഞ്ഞാൽ യു ആ. ഇതിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി ഹൗ ഓൾഡ് ആർ യു. അപ്പോൾ ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഇയേഴ്സായി, നിങ്ങളുടെ പ്രായമായി ചോദിച്ചത്. അപ്പോൾ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു പ്ലൂറലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വാന്തോസ് ആയി മാറുന്നത്. ഇതിനെ നമ്മൾ പ്ലൂറലാക്കണം. ആ ഡിഫറൻസ് കണ്ടോ? അപ്പം നമ്മളിവിടെ ക്വാന്തോസ്, ആനിയോസ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സ്. തിയനേസ് പറഞ്ഞാൽ യു ആർ. നമ്മൾ ചോദിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര വർഷം ആയി എന്നാണ് അതിൻ്റെ എക്സ്പ്രഷൻ എങ്കിലും അതിൻ്റെ അർത്ഥം ശരിക്കും ഹൗ ഓൾഡ് ആർ യു. ഇവിടെ തിയനേസ് നിങ്ങൾ കണ്ടല്ലോ. തിയനേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു ഇൻഫോർമലി ചോദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രായം എന്താണെന്നുള്ളത് ഇൻഫോർമലി ചോദിക്കുന്നതാണ് തിയനേസ്. നിങ്ങൾക്ക് ഫോർമലി ചോദിക്കണമെന്നുണ്ടെങ്കിൽ എസ് കട്ട് ചെയ്ത് കളയുക. ജസ്റ്റ് തിയന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊരു ഫോർമലി ചോദിക്കുകയാണ് ഹൗ ഓൾഡ് ആർ യു. അപ്പം നിങ്ങൾക്ക് അത് അപ്പുറത്തേക്ക് തിയന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഉസ്തേഡ് പറയാം. cuántos años tiene usted. ഉസ്തേഡ് എന്ന് പറഞ്ഞാൽ ഫോർമൽ യു ആണ്. അത് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളതാണ്. തിയനേസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ തിയനേസ് തൂ എന്ന് വേണേ, അവിടെ തൂ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ട. ഇറ്റ് സെൽഫ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. തിയനേസ് ആണെങ്കിൽ തൂ ഇൻഫോർമലി ചോദിക്കുകയാണ് യു. മേക്ക് സെൻസ്? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. cuántos niños tienes. അത് പ്ലൂറലാണ്. ഞാൻ ഒ എസ് കൊടുത്തു. കാരണം നിന്യോസ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ എന്നാണ് അർത്ഥം. ചിൽഡ്രൻ ഇറ്റ് സെൽഫ് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാന്തോനെ പ്ലൂറലാക്കി. cuántos niños tienes. tienes ഇവിടെ നമ്മൾ യൂസ് ചെയ്ത തിയനേസ്. ഈ തിയനേസ് ആണ് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. tener എന്ന ബേസിക് വെർബ്, ഇആറിൽ എൻഡ് ചെയ്യുന്ന ബേസിക് വെർബ്, അതിൻ്റെ മീനിങ് ടു ഹാവ് എന്നാണ്. ടു ഹാവ്. അപ്പോൾ അത് യു ആയിട്ട് കോൺജുഗേറ്റ് ചെയ്തപ്പോൾ തിയനേസ് ആയി മാറി. ഇവിടെ യു ആയിട്ട് കോൺജുഗേറ്റ് ചെയ്തപ്പോൾ തിയനേസ് ആയിട്ട് മാറി. അങ്ങനെയാണ് എപ്പോഴും നമ്മൾക്ക് സ്പാനിഷിലെ ബേസിക് വെർബിൽ നിന്നാണ് കോൺജുഗേഷൻ വരുന്നത്. cuántos niños tienes. How many children do you have? How many children do you have? cuántos. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തെ പ്ലൂറലുണ്ട്. ഇവിടെ ക്വാന്തോ സിംഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റിലേക്ക് പോവാം. cuándo കണ്ട ഇവിടെ ഡി വന്ന് കണ്ട. ഡി ഇവിടുത്തെ ടി ഇവിടെ ഡി ആയി. ഇതിൻ്റെ അർത്ഥം വെൻ എന്നാണ്. ആഡ്വർബായിട്ട് യൂസ് ചെയ്യുന്നത് cuándo വെൻ. ഇവിടെ വേറൊരു ക്വാന്തോ ഉണ്ട്. CUA മുകളിൽ ഞാൻ ആക്സെന്റ് മാർക്ക് കൊടുത്തുകൊണ്ട് cuándo
അതിൻ്റെ അർത്ഥവും വെൻ ആണ്. ഇവിടുത്തെ ആ ഡിഫറൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വെൻ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വെൻ ഈസ് യുവർ ബർത്ത്ഡേ. പിന്നെ നമുക്കൊരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, വെൻ ഐ ആം എലോൺ. അത് ക്വസ്റ്റ്യൻ അല്ല. അങ്ങനെ ഈ വെൻ നമുക്ക് രണ്ട് ഡിഫറൻസ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. Cuando estoy enferma. When estoy I am enferma sick. ഞാനൊരു ബോയ് ആണ്, ഒരു മാൻ ആണെങ്കിൽ ഇവിടെ എൻഫെർമോ വരും. അതെപ്പോഴും സ്പാനിഷിലെ വ്യത്യാസം നോട്ട് ചെയ്യണം. എൻഫെർമ ആ എൻഡ് വരുന്നത് എപ്പോഴും ഫെമിനിയൻ ആയിട്ടും ഓ എൻഡ് വരുന്നത് മസ്കുലിൻ ആയിട്ടും. അപ്പം ഞാനൊരു ലേഡി ആയതുകൊണ്ട് ഞാൻ എൻഫെർമ യൂസ് ചെയ്തു. അപ്പം cuando estoy enferma, estoy I am. When I am sick. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്. വെൻ ഐ ആം സിക്ക്. അപ്പം നമ്മൾ ഇത് ക്വസ്റ്റ്യൻ അല്ലാതെ cuando യൂസ് ചെയ്തു. അതുപോലെ cuando tengo tiempo. തേങ്കോ എന്ന് പറഞ്ഞാൽ സെയിം തെനേറിന്റെ കോൺജുഗേഷൻ ആണ് തേങ്കോ. ഐ, ഇവിടെ ഒരു ഐ ഉണ്ട്, അത് എഴുതണ്ട. തേങ്കോ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഐ ഹാവ് എന്നുള്ളത്. അപ്പൊ തേങ്കോ തിയമ്പോ ടൈം. വെൻ ഐ ഹാവ് ടൈം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെ പറയാം. വെൻ ഐ ഹാവ് ടൈം അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ മാർക്ക് അല്ല അവിടെ. ഇനി അടുത്ത കണ്ടോ, cuando es tu cita. അതൊരു ക്വസ്റ്റ്യൻ ആണ്. വെൻ cuando യെസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് IS ഈസ്. വെൻ ഈസ് ടു യുവർ സിത്ത. സിത്ത മീൻസ് അപ്പോയിൻമെന്റ്. വെൻ ഈസ് യുവർ അപ്പോയിൻമെന്റ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ വന്നു. കൊന്തോ അതിന്റെ ചേഞ്ച് കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ അല്ല, ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഇവിടെ നിങ്ങൾക്ക് തൂ എപ്പോഴും ഇൻഫോർമൽ ആണ്. ഇനി നിങ്ങൾക്ക് അത് ഫോർമലി ചോദിക്കണമെങ്കിൽ തൂ മാറ്റി നിങ്ങൾ അവിടെ സു ആക്കണം. അപ്പൊ യു നിങ്ങൾക്ക് ഫോർമലി യൂസ് ചെയ്യണമെങ്കിൽ സു ആക്കാം. പക്ഷേ നോർമലി സീത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, കാഷ്വലായിട്ട് അങ്ങനെ പറയാറുണ്ട്. സീത അപ്പോയിൻമെന്റ്. അപ്പൊ ഇതിൽ ഈസ് യുവർ അപ്പോയിൻമെന്റ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, cuando es tu clase. ക്ലാസ് എന്നുള്ളതിന് സ്പാനിഷിൽ ക്ലാസേ. when is your class. ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് cuando es tu cumpleaños. cuando, when is tu your cumpleaños. ബർത്ത്ഡേ. ഇവിടെ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ആനിയോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇയർ. കുംപ്ലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ്. നിന്റെ ഇയർ കംപ്ലീറ്റ് ആയത് എപ്പോഴാണ്? നിന്റെ ബർത്ത്ഡേക്ക് അല്ലേ? ഇയർ കംപ്ലീറ്റ്, ഈച്ച് ഇയർ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ. അപ്പൊ അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നതാണ്. കുംപ്ലിയാനിയോസ്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ക്വാന്തമാണ്. ഏയുടെ മുകളിൽ ആക്സന്റ് മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും വെൻ ആണ്. എന്താ ഈ ഡിഫറൻസ്? നമ്മൾ എഴുതുമ്പോൾ ഈ ക്വാന്തോ കൊടുത്ത് എഴുതണമെങ്കിൽ പറഞ്ഞില്ല. Cuando saliste de la escuela. saliste എന്ന് പറഞ്ഞാൽ saliste. salir എന്ന വെർബ്, എല്ലാത്തിന്റെ വെർബ് ടു ഔട്ട്, ഗെറ്റിംഗ് ഔട്ട്. അപ്പൊ ആ saliste തേയും കൂടെ അങ്ങോട്ട് വെച്ചാൽ അതിന്റെ അർത്ഥം യു ഗെറ്റിംഗ് ഔട്ട്. വെൻ യു ഗെറ്റിംഗ് ഔട്ട്, de from. La escuela, the school. When you getting out from the school. ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി അത് തന്നെ ഞാൻ പിന്നെ എഴുതിയപ്പം ഈ ഐയുടെ മുകളിൽ ആക്സന്റ് മാർക്ക് കൊടുക്കാതെ ഞാൻ എഴുതി സെയിം സെന്റൻസ്. cuando saliste de la escuela. അതിന് വ്യത്യാസം എന്താണ്? അവിടെയാണ് നിങ്ങൾക്ക് വ്യത്യാസം പറയാൻ പോണേ. ഈ രണ്ട് ക്വാന്തോടെ ഈ ക്വാന്തോ. ഓക്കെ, ഈ സെക്കൻഡ് ക്വാന്തോ, ഈ ഐയുടെ മുകളിൽ നമ്മൾ ആക്സന്റ് മാർക്ക് കൊടുത്ത ക്വാന്തോ എന്ന് പറഞ്ഞാൽ അവിടെ ഇമോഷണൽ ഉണ്ടായിരിക്കണം, സർപ്രൈസ് ഉണ്ടായിരിക്കണം. ലൈക്ക് ഞാൻ ചുമ്മാ ചോദിക്കാം, cuando saliste de la escuela. എനിക്കൊരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി ചോദിക്കുകയാണ്, വെൻ യു ഗെറ്റിംഗ് ഔട്ട് ഫ്രം ദ സ്കൂൾ. അവിടെ നമ്മൾ ഈ ആക്സന്റ് മാർക്ക് ഇല്ലാത്ത ക്വാന്തോ യൂസ് ചെയ്യണം. ഇവിടുത്തത് cuando saliste de la escuela. ഒരു സർപ്രൈസ് ചോദിക്കും, നീ എപ്പോഴാണ് സ്കൂളിൽ നിന്ന് ഔട്ടാവുന്നത്? അവിടെയാണ് നമ്മൾ ഈ ക്വാന്തോ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയാം cuando es tu cumpleaños. cuando es tu cumpleaños നോർമലി ചോദിച്ചാൽ ഈ ക്വാന്തോ മതി. പക്ഷെ ഞാനൊരു സർപ്രൈസ് ചോദിക്കുക, ഒരു cuando es tu cumpleaños അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു ആക്സന്റ് മാർക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ cuando ഇവിടെ ടി ആണ്. ഹൗ മെനി, ഹൗ മച്ച്. cuando, when ഒന്നുമില്ലാതെ, ഒരു ആക്സന്റ് മാർക്ക് ഒന്നുമില്ല.
ആക്സന്റ് മാർക്ക് കൊടുക്കുമ്പോഴും വെൻ തന്നെയാണ്. അവിടെ ഇമോഷണലി സർപ്രൈസ് ചോദിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് പഠിച്ചത് ഈ ക്വാന്തോ, ഒരു കൺഫ്യൂസിങ് വേർഡാണ് തോന്നുന്നു, ക്വാന്തോ. അത് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി പാടാണ്, അതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ആണ് ഉള്ളത്. പക്ഷെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് മീൻ ചെയ്യുന്നുള്ള. പക്ഷെ എഴുതുമ്പോൾ കീപ്പ് ഇൻ യുവർ മൈൻഡ് ഈ ആക്സന്റ് മാർക്ക് ഇല്ലാതെ ആക്സന്റ് മാർക്ക് വെച്ചുകൊണ്ടുള്ള ആ ഡിഫറൻസ് അതൊന്ന് നിങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ക്വാന്തോ 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 എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഹasta luego, adiós, bye.